വാസേട്ടാ ആ ലൈറ്റ് ഓഫ് ചെയ്യ്. നിങ്ങൾ ഉറങ്ങിയില്ലായിരുന്നല്ലേ? എന്തേ? അല്ല ഞാൻ ചോദിച്ചതാ. എന്താ നിനക്ക്? ഇന്ന് സരളമ്മായി വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഞാനത് ചോദിക്കാൻ വിട്ടു. എന്തിനാ വന്ന്? ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് പോയിട്ടോ. അവരിങ്ങനെ മോനെ ആശുപത്രിയിലാന്ന് പറഞ്ഞോണ്ട് കുറച്ച് പൈസ എന്തെങ്കിലും തരുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. നമ്മുടെ അടുത്ത് എവിടെയാണ് പൈസ? അതാണ്, നമ്മുടെ അടുത്ത് പൈസയൊന്നും ഇല്ലല്ലോ. എനിക്കെന്താ വെച്ചാലേ അവര് ആദ്യം വരണു നീ പറഞ്ഞില്ലേ, അപ്പോഴേ ഡൗട്ട് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു തിരുപ്പിനാണ്. പക്ഷെ അത് അത്ര അത്യാവശ്യം എനക്കൊണ്ടാട്ടോ. മോൻ എന്തോ സീരിയസ് ആയിട്ടാന്നാ പറയുന്നത് ആശുപത്രിയിൽ കിടക്കുന്നത്. നമ്മുടെ അടുത്ത് എവിടെ പൈസ കൊടുക്കാം? അതാണ്, നമ്മുടെ അടുത്ത് പൈസ ഇല്ലല്ലോ കൊടുക്കാൻ. പക്ഷെ ഞാൻ കൊടുത്ത്. നീ കൊടുത്തോ? നിന്റെ കയ്യിൽ എവിടെ പൈസ? പൈസ ആയിട്ട് കൊടുക്കാൻ എന്റെ കയ്യിലില്ല, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഞാൻ എന്റെ ചെയിന് ഊരിക്കൊടുത്ത്. ചെയിന് ഊരിക്കൊടുത്ത്? ചെയിനോ? ഏതാ ചെയിനോ? താലി 916 ചെയിനോ? അപ്പൊ എന്തേടി അത് കൊടുത്തത്? കൊടുക്കാൻ നമ്മളെ കയ്യില് പൈസ ഇല്ലല്ലോ. അത്ര സീരിയസ് ആയിട്ട് മോൻ കിടക്കാന്ന് പറയുമ്പോ. എന്നാലും അത് കൊടുക്കുന്നതിന് മുമ്പ് നീ എന്നോടൊന്ന് ചോദിക്കണ്ട മല്ലികേ. ഞാൻ വാസുവേട്ടനെ വിളിച്ചിനായിരുന്നേ, അപ്പൊ കിട്ടിയില്ല, അതുകൊണ്ടാ. അപ്പൊ പിന്നെ അത് മാത്രല്ല, വാസുവേട്ടൻ സരളമ്മയ്ക്ക് കൊടുത്തോന്നല്ലേ പറയുള്ളൂ. ഒന്നാമത് മോൻ ഇത്ര സീരിയസ് ആയിട്ടൊക്കെ കിടക്കുമ്പോ നിങ്ങൾ എന്തായാലും കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോട് ചോദിച്ചൂടെ? കിട്ടിയിട്ടില്ല നിങ്ങൾ, അതുകൊണ്ടാണ്. അവരിത് വെക്കാനാണോ പണയം വെക്കാനാണോ? പണയം വെക്കാനാണോ? പിന്നെ തീർന്നു. എന്തിനാണ് വാസുവേട്ടൻ നിങ്ങൾ ഇങ്ങനെ ചൂടാകുന്നത്? എടി പണയം വെച്ചവർക്ക് പൈസ കിട്ടും, പക്ഷെ ആ പണയപ്പണ്ട് എടുക്കണമെങ്കിൽ അവർക്ക് വേറെ പൈസ വേണ്ടേ? അത് ആര് കൊടുക്കും? നീ കൊടുക്കൂ? ഞാൻ കൊടുക്കൂ? ഇല്ല, ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തിരുന്നു പറഞ്ഞു. അവര് എടുത്തു തരും, ഒരു കുന്ത എടുത്തു തരും. എന്തിനാണ് വാസുവേട്ടൻ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന? ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് ദിവസത്തേക്ക് ഒരു പണയം വെക്കാൻ സ്വർണ്ണം ഊരി കൊടുത്ത് ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട കാര്യം എന്താ? നിങ്ങള് എന്താ മല്ലിക, എങ്ങനെയാണെങ്കിലും നിനക്ക് എന്നോട് ചോദിച്ചിട്ട് കൊടുത്താൽ പോരായിരുന്നില്ലേ? ഇനി അതിന്റെ പുറകിൽ എന്തൊക്കെ പുകലുണ്ടാവും നിനക്കറിയോ? കൊടുക്കാൻ പാടില്ല തന്നെ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഇത്രമാത്രം ചൂടാവുന്നേ? ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചാന്. അതിന്റെ ഇടയിൽ കയറിയിട്ട് എൻ്റെ അടുത്ത് പൊട്ടിയത് ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങാട് തിരിക്കാം ഇങ്ങാട് തിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വന്ന് തൂങ്ങിയിട്ട് ഇപ്പൊ എന്റെ തലക്ക് വെളിവ് കളയണം. എടാ ചങ്ങാതി, എന്റെ പോക്കറ്റിൽ സാധനം ഇരിക്കുന്നില്ലേ? ഇത് എന്റെ പോക്കറ്റിൽ ഇരിക്കുമ്പോ പിന്നെ നിങ്ങളോട് രണ്ടാളോട് ഞാൻ നുണ പറയണോ? അപ്പൊ അല്ലേ മര്യാദക്ക് പറഞ്ഞാൽ 10 ദിവസമെങ്കിലും എടുക്കും ഇത് ശരിയായി വരാൻ. 10 ദിവസം കഴിഞ്ഞിട്ട് എടുപ്പിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നീ ഇപ്പൊ വന്ന് എന്റെ വീട്ടിൽ തലക്കൈയും കൊടുത്തിരുന്നിട്ട് ഞാൻ എന്ത് സമ്മാനം ഉണ്ടാക്കാനാണ്? അല്ല, നിങ്ങളിപ്പോ ഇങ്ങനെ തർക്കിച്ചിട്ട് എന്താ കാര്യം? ഇതിനൊരു പോവഴി നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ രണ്ടാളും കുറ്റക്കാരാണ്. ഇവൻ ആ മാല പൊട്ടിയ മാലയായിട്ട് വരുമ്പോ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാൻ നല്ലോണം അത് കേട്ടതാണ്. ഞാനും കൂടി ഉള്ളപ്പോഴാണല്ലോ പറഞ്ഞേ. വരിക്ക് ഇപ്പൊ പൈസ ഒപ്പിച്ചിട്ട് ഈ മാല എടുപ്പിച്ച് അവന് കൊടുത്താലും പ്രശ്നം പരിഹരിക്കപ്പെടണല്ലോ. ഈ തള്ള കൊണ്ടുപോയി ഏതെങ്കിലും ബാങ്കിൽ ആ മാല പണയം വെക്കാൻ നോക്കി അപ്പൊ അത് മുക്ക് കൊണ്ടുവന്ന് തെളിയും. അവര് പോലീസിനെ വിളിക്കും, ഇവര് അറസ്റ്റ് ചെയ്യും, ഇവര് അകത്താകും. ആ നിലക്കൊക്കെ വണ്ടി പോവുകയാണെന്ന് വെച്ചാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കാന്ന് അറിയില്ല കേട്ടോ. ഇനി ഒരു ഒറ്റ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞ പരിയൊക്കെ കരം അടച്ചിട്ടുണ്ട് ഈ കൊല്ലത്താ. കരം അടച്ച റെസീറ്റ് ഇരിപ്പണ്ട വീട്ടില്. എന്തിനപ്പോ ഇതിന് കരടച്ച റസീത്? ആ തള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ കൊണ്ടുപോയ മാലയല്ലേ? അവരത് പണയം വെക്കാൻ ചെന്ന് അവര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അവരെ ജാമ്യത്തിൽ എടുക്കണമെങ്കിൽ കരമടച്ച റെസീറ്റ് വേണം നാളെ കാലത്ത്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണ? ഇപ്പൊ ആ തള്ളനെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ കൊണ്ടുപോയതല്ലേ, ഈ നേരം വരെ അറിവൊന്നുമില്ലല്ലോ. എവിടക്കപ്പൊ ഇത് പോണേ? അല്ല, എന്തിനാണ് ഇപ്പൊ അതിന് എന്റെ കരടച്ച റസീത്? പിന്നെ വേറെ ആരുടെ പേരിലാണ്? ഞങ്ങളുടെ പേരിൽ സ്ഥലം വല്ലതും ഉണ്ടോ? എന്തൊക്കെ ഈ പറഞ്ഞിട്ടൊക്കെ? ഞാൻ വെറുതെ വീട്ടിലിരുന്നിരുന്ന ആളാണ്. ഈ ചങ്ങാട് സങ്കടം കണ്ട് ഇറങ്ങി തിരിച്ചാണ്. ആ ഒഴിഞ്ഞോ വരിക, കൈയൊഴിഞ്ഞോ, ഒരാപത്ത് വരുമ്പോ കൈയൊഴിഞ്ഞോ. ഇതാണ് എന്നിട്ട് വലിയ സൗഹൃദവും നല്ല മനുഷ്യനും മെസ്സേജ് പറയണ ആളും. ആരാ കയ്യൊഴിഞ്ഞായി? ആരാ കയ്യൊഴിഞ്ഞായി? ഇങ്ങനത്തെ ഒരു സംഗതി വരുമ്പോ അതൊന്നും ആലോചിക്കാനുള്ള സമയം കൂടി കിട്ടണ്ടേ? എന്തൊക്കെ ഇടങ്ങറുകളെ വരുത്തി ഉണ്ടാക്കുന്നു പടച്ചോനെ. അല്ല, പരീക്ഷയില്ലാതെ ആരാണ് ഇതിനൊരു പരിഹാരം കാണുന്നത്? ആരൊരു പരിഹാരം? ഞങ്ങൾ ആരോട് പോയി പറയാനാ പിന്നത്? എന്തപ്പോ സംഭവം? എപ്പോഴാണ് എനിക്ക് കരടച്ച റസീത് വേണ്ടത്? എപ്പോഴാ വേണ്ട ജോസൂട്ടി? പൈസ എന്റെ കരമടച്ച റെസീറ്റ് വേണ്ട. പൈസ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വേണം റെസീറ്റ്.